നമസ്കാരം. ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്യാമ. സർ ആർതർ കോനൻ ഡോയൽ എഴുതിയ ഷെർലക് ഹോംസ് കഥകളിൽ നിന്നെടുത്ത മഞ്ഞമുഖം എന്ന കഥയാണ് ജാലകത്തിൽ നിന്ന്. കഥകളിൽ ഷെർലക് ഹോംസിൻ്റെ സുഹൃത്തായി പ്രത്യക്ഷപ്പെടുന്ന വാട്സൺ ഒരു ഡോക്ടറാണ്. വാട്സൺ രേഖപ്പെടുത്തിയ ഓർമ്മക്കുറിപ്പുകളുടെ രീതിയിലാണ് സർ ആർതർ കോനൻ ഡോയൽ കഥകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. തുടങ്ങാം. മഞ്ഞമുഖം. പല പ്രമുഖരും അന്വേഷിക്കുകയും അവരുടെ അന്വേഷണം വഴിമുട്ടുകയും ചെയ്ത പല കേസുകളിലും ഷെർലക് ഹോംസ് വിജയശ്രീലാളിതനായിട്ടുണ്ട്. ഇതിനർത്ഥം അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ലെന്നല്ല. എന്നാൽ അദ്ദേഹം പരാജയപ്പെട്ടെടുത്ത് മറ്റാരും വിജയിച്ചിട്ടില്ല. മാത്രമല്ല, ആ കേസ് ഒരു പ്രഹേളികയായി അവശേഷിക്കുകയും ചെയ്യും. ചിലയിടത്താകട്ടെ അദ്ദേഹത്തിൻ്റെ പരാജയത്തോടൊപ്പം തന്നെ സത്യം വെളിപ്പെടുകയും ചെയ്യും. അതിനൊരു ഉദാഹരണമാണ് ഈ കഥ. വസന്തത്തിൻ്റെ ആരംഭത്തിലുള്ള ഒരു ദിവസം ഞാനും ഹോംസും കൂടി വൈകുന്നേരം നടക്കാനിറങ്ങി. തിരിച്ചു വന്നപ്പോൾ ഹോംസിനെ തേടി ഒരാൾ വന്നിരുന്നതായി വീട്ടിലെ പയ്യൻ പറഞ്ഞു. അയാൾ വളരെ അസ്വസ്ഥനായിരുന്നു അത്രേ. അരമണിക്കൂർ കാത്തിരുന്ന ശേഷം അയാൾ പോവുകയും ചെയ്തു. ഒരു കക്ഷി നഷ്ടപ്പെട്ടതിൽ ഹോംസിന് വിഷമമായി. ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ഹോംസിനെ തിരക്കി വന്നയാൾ പൈപ്പ് മറന്നു വച്ചിരുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചു. താൻ വളരെ വിലമതിക്കുന്ന ഈ പൈപ്പ് അയാൾ ഇവിടെ മറന്നു വെച്ചതിൽ നിന്നും അയാൾ എത്ര അസ്വസ്ഥനായിരുന്നു എന്ന് മനസ്സിലാക്കാം. അയാൾ ഇത് വിലമതിക്കുന്നു എന്ന് പറയാൻ എന്താണ് കാരണം? അയാൾ ഇത് 2 പ്രാവശ്യം നേരെയാക്കിയിട്ടുണ്ട്. ഇത് വെള്ളി കെട്ടിയതിനു തന്നെ പൈപ്പിൻ്റെ വിലയേക്കാൾ കൂടുതൽ ചിലവായി കാണും. മറ്റെന്തെങ്കിലുമുണ്ടോ? ഞാൻ ചോദിച്ചു. ഒന്നുകൂടി കൂലങ്കഷമായി പരിശോധിച്ചിട്ട് ഹോംസ് പറഞ്ഞു, ഇതിൻ്റെ ഉടമസ്ഥൻ ഇടതുകൈയനാണ്. പൈപ്പ് കൊളുത്തിയതിൻ്റെ പ്രത്യേകത വെച്ച് നോക്കിയാൽ ആൾ ഇടംകൈയനാണെന്നും കടിച്ചു പിടിച്ചതിൻ്റെ രീതി നോക്കിയാൽ നല്ല ആരോഗ്യവാനാണെന്നും മനസ്സിലാക്കാം. അതാ ആ ഗോവണി കയറി വരുന്നത് അയാളാണെന്ന് തോന്നുന്നു. അപ്പോൾ തന്നെ വാതിൽ തുറന്ന് ഏതാണ്ട് 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവ് അകത്തേക്ക് പ്രവേശിച്ചു. വാതിലിൽ മുട്ടാതെ കയറി വന്നതിൽ ക്ഷമിക്കണം. അയാൾ തുടർന്നു. അങ്ങയുടെ സഹായം തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബകാര്യങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കേണ്ടി വരുന്നത് തന്നെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണല്ലോ. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഭാര്യയുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ട ഗ്രാൻഡ് മൺറോ, ഹോംസ് സംസാരിക്കാൻ ആരംഭിച്ചു. ഉടൻ തന്നെ ഞങ്ങളുടെ കക്ഷി അത്ഭുത സ്തബ്ധനായി കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എൻ്റെ പേര് എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കിയത്? താങ്കളുടെ തൊപ്പിയുടെ അരികിലായി പേര് തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടല്ലോ. അതിരിക്കട്ടെ, കാര്യം എന്തെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞുകൊള്ളൂ, ഹോംസ് പറഞ്ഞു. അയാൾ പറയാൻ ആരംഭിച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഈ കാലമത്രയും മാതൃകാ ദമ്പതികളായി തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞത്. എന്നാൽ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കാര്യങ്ങളാകെ തകിടം മറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഞാൻ അറിയാത്ത എന്തോ അവൾക്ക് സംഭവിച്ചിരിക്കുന്നു. എഫി, അതാണ് എൻ്റെ ഭാര്യയുടെ പേര്, ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. എന്നാൽ ഞങ്ങൾക്കിടയിൽ അകൽച്ച സൃഷ്ടിച്ചുകൊണ്ട് കടന്നുകൂടിയിട്ടുള്ള ഈ രഹസ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഞങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെയാകില്ല. ആദ്യം ഞാൻ എഫിയെക്കുറിച്ച് പറയാം. മിസ്സിസ് ഹെബ്രോൺ എന്നായിരുന്നു അപ്പോൾ അവളുടെ പേര്. വെറും 25 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അവൾ വിധവയായിരുന്നു. ഇംഗ്ലീഷുകാരിയായ അവൾ ചെറുപ്പത്തിലെ അമേരിക്കയിലെത്തി അവിടെ വെച്ച് ഒരു അഭിഭാഷകനെ വിവാഹം കഴിച്ചു. അവർക്ക് ഒരു കുഞ്ഞും ജനിച്ചു. അക്കാലത്ത് പടർന്നു പിടിച്ച മഞ്ഞപ്പിത്തം ബാധിച്ച് അവളുടെ ഭർത്താവും കുഞ്ഞും മരിച്ചു. ഇതോടെ അമേരിക്കയിലെ ജീവിതം മടുത്ത അവൾ ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി. തൻ്റെ അമ്മായിയോടൊപ്പം താമസമാക്കി. അവളുടെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ ഒരു കമ്പനിയിൽ അവളുടെ പേരിൽ നല്ലൊരു സംഖ്യ നിക്ഷേപിച്ചിരിക്കുന്നു. അവൾ ഇംഗ്ലണ്ടിലെത്തി 6 മാസത്തിനകം തന്നെ ഞങ്ങൾ കണ്ടുമുട്ടുകയും വിവാഹിതരാവുകയും ചെയ്തു. നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു ബിസിനസ് എനിക്കുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാം. ഞങ്ങൾ നോർബറിയിൽ ഒരു ബംഗ്ലാവ് വാടകയ്ക്കെടുത്തു. ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമുള്ളതും
എന്നാൽ പട്ടണത്തിന് അടുത്തുള്ളതും ആയിരുന്നു ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീടിന് മുന്നിൽ വയലുകളാണ്. വയലിനക്കരെ ഞങ്ങളുടെ വസതിക്ക് അഭിമുഖമായി മറ്റൊരു വീടുണ്ട്. പിന്നെ കുറച്ച് വിട്ടുമാറി 1-2 വീടുകളും ഒരു സത്രവും, ഇത്രമാത്രം. അങ്ങനെ ഇരിക്കെ ഏകദേശം 1 മാസം മുമ്പ് ഭാര്യ എന്നോട് 100 പൗണ്ട് ആവശ്യപ്പെട്ടു. അത്രയും വലിയ ഒരു തുക അവൾ അതുവരെ ചോദിച്ചിട്ടില്ല. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പിന്നെ പറയാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആദ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രഹസ്യമുണ്ടായി. പിന്നീട് നടന്ന സംഭവങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീടിന് അഭിമുഖമായി വയലിനപ്പുറത്ത് ഒരു വീടുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അങ്ങോട്ട് പോകണമെങ്കിൽ റോഡ് വഴി ചെന്ന് ഒരു ഇടവഴിയിലൂടെ പോകണം. ആ ഭാഗത്ത് ഒരു ഉദ്യാനവുമുണ്ട്. നടക്കാൻ പോകുമ്പോൾ ഞാൻ ആ വഴിയാണ് പോകാറ്. മേൽപ്പറഞ്ഞ കെട്ടിടം പഴയ മാതൃകയിലുള്ള ഒന്നാണ്. അത് കഴിഞ്ഞ 8 മാസമായി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. പലപ്പോഴും ആ വഴി പോകുമ്പോൾ അതിനു മുമ്പിൽ നിന്ന് ഞാൻ അതിൻ്റെ ഭംഗി ആസ്വദിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം ഞാൻ ആ വഴി വരുമ്പോൾ ആ വീടിൻ്റെ പൂമുഖത്തും പുൽത്തകിടിയിലുമായി വീട്ടുസാധനങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നത് കണ്ടു. അവിടെ ആരോ താമസത്തിനെത്തിയിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. വീടിന് മുകളിലെത്തിയപ്പോൾ ആരാണ് എൻ്റെ അയൽക്കാരായി എത്തിയിരിക്കുന്നതെന്ന് അറിയാൻ ഞാൻ അങ്ങോട്ട് നോക്കി. അപ്പോൾ മുകളിലത്തെ ജനാലയിൽ നിന്ന് ആരോ എന്നെ നോക്കുന്നത് കണ്ടു. ആ മുഖം കണ്ടപ്പോൾ എന്നെ ഒരു വിറയൽ ബാധിച്ചത് ഞാൻ മനസ്സിലാക്കി. ആ വീട്ടിൽ നിന്നും കുറച്ചകലെ ആയിരുന്നിട്ട് കൂടി എന്തോ ഒരു പ്രത്യേകത ആ മുഖത്തിനുണ്ടായിരുന്നതായി എനിക്ക് തോന്നി. അത് ഒരു സ്ത്രീയുടേതാണോ പുരുഷൻ്റേതാണോ എന്നുപോലും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. അതിൻ്റെ നിറമാകട്ടെ എടുത്തു പറയത്തക്കതാണ്. ഏതാണ്ട് ഇരുണ്ട മഞ്ഞ നിറം. ഭയാനകമായ ആ മുഖം എന്നെ അസ്വസ്ഥനാക്കി. ഒരിക്കൽ കൂടി ഞാൻ നോക്കിയെങ്കിലും അത് അപ്രത്യക്ഷമായിരുന്നു. ഏതായാലും പുതിയ താമസക്കാരെ ഒന്ന് കാണുക തന്നെ എന്ന് തീർച്ചപ്പെടുത്തി ഞാൻ ചെന്ന് വാതിലിൽ മുട്ടി. നീണ്ടു മെലിഞ്ഞ ഒരു സ്ത്രീയാണ് കതക് തുറന്നത്. ഞാൻ നിങ്ങളുടെ അയൽക്കാരനാണ്. നിങ്ങളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. എന്തെങ്കിലും സഹായം? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം എന്ന് പറഞ്ഞ് ആ സ്ത്രീ വാതിലടച്ചു. ഇതുകൂടിയായപ്പോൾ എൻ്റെ അമ്പരപ്പ് ഒന്നുകൂടി വർദ്ധിച്ചു. ഞാൻ വേഗം വീട്ടിലേക്ക് മടങ്ങി. ഇക്കാര്യം ഏതായാലും ഭാര്യയോട് പറയണ്ട എന്നു തന്നെ ഞാൻ തീരുമാനിച്ചു. ഒന്നാമതായി അവൾ അല്പം ഭയമുള്ളവളാണ്. എന്നു മാത്രമല്ല, ഇത് കേൾക്കുമ്പോൾ പുതിയ താമസക്കാരെക്കുറിച്ച് അവൾക്കൊരു മുൻവിധി ഉണ്ടാകേണ്ട എന്നു ഞാൻ കരുതി. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും ആ മഞ്ഞമുഖവും ആ വാതിൽ തുറന്ന സ്ത്രീയുടെ വിചിത്രമായ പെരുമാറ്റവും എനിക്ക് മറക്കാൻ കഴിഞ്ഞില്ല. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ആ വീട്ടിൽ പുതിയ താമസക്കാർ എത്തിയ വിവരം ഞാൻ അവളോട് പറഞ്ഞു. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. വളരെ നന്നായി ഉറങ്ങുന്നയാളാണ് ഞാൻ. എന്നാൽ അന്ന് വൈകുന്നേരത്തെ സംഭവം എൻ്റെ നിദ്രയെ അലോസരപ്പെടുത്തി. ഇടയ്ക്കെപ്പോഴോ ഞാൻ മെല്ലെ കണ്ണു തുറന്നപ്പോൾ എൻ്റെ ഭാര്യ വസ്ത്രം മാറുന്നതായി ഞാൻ കണ്ടു. അതിനിടയിലും ഞാൻ ഉണരുന്നുണ്ടോ എന്ന് അവൾ നോക്കുന്നുണ്ടായിരുന്നു. പരിഭ്രമവും വിളർച്ചയും കലർന്ന ഇത്തരത്തിലുള്ള മുഖഭാവം അവളിൽ നിന്ന് ഞാൻ അതിനു മുമ്പ് കണ്ടിട്ടില്ല. ഞാൻ ഉറക്കമാണെന്ന് കരുതി അവൾ മുറിക്കും പുറത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് മുൻവാതിൽ തുറന്നടയുന്നതിൻ്റെ ശബ്ദം കേട്ടു. അപ്പോൾ സമയം 3 മണിയായിരുന്നു. ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും കതകിൻ്റെ ശബ്ദം കേട്ടു. ഇത്ര നേരം അവൾ എവിടെ പോയിരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചിരിക്കവേ ഭാര്യ മുറിയിലെത്തി. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? ഈ ചോദ്യം കേട്ടതും അവൾ ആകെ അമ്പരന്നു. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അല്പം ശുദ്ധവായു ശ്വസിക്കുന്നതിന് വേണ്ടി ഞാൻ പുറത്തേക്ക് പോയതാണ്. അവളിങ്ങനെ പറഞ്ഞൊപ്പിച്ചുവെങ്കിലും അവളുടെ മുഖം ആകെ വിളറിയിരുന്നു. എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെയാണ് അവളത് പറഞ്ഞത്. അവൾ പറയുന്നത് മുഴുവൻ കളവാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവൾ എന്തായിരിക്കാം എന്നിൽ നിന്ന് ഒളിച്ചു വയ്ക്കുന്നത്? അവൾ എവിടെ പോയിരിക്കാം എന്നിങ്ങനെ സംശയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി എൻ്റെ മനസ്സിൽ നിന്ന് പൊങ്ങി വന്നുകൊണ്ടിരുന്നു. എങ്കിലും ഞാൻ അവളോട് കൂടുതലൊന്നും ചോദിച്ചില്ല. പിറ്റേന്ന് രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ഭക്ഷണശേഷം ഞാൻ ഒന്ന് പുറത്തേക്കിറങ്ങി ഉച്ചയോടെയാണ് മടങ്ങിയത്. ആ വീടിനടുത്തെത്തിയപ്പോൾ ഇന്നലെ കണ്ട ആ മുഖം ഇനിയും കാണുമോ എന്ന ആകാംക്ഷയിൽ ഞാൻ അങ്ങോട്ടൊന്ന് നോക്കി. ആ സമയത്ത് എന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് അതാ ആ വീടിൻ്റെ മുൻവശത്തെ വാതിൽ തുറന്ന് എൻ്റെ ഭാര്യ ഇറങ്ങി വരുന്നു. ഞാൻ അത്ഭുതപരവശനായി. എന്നാൽ എന്നേക്കാൾ കൂടുതൽ അമ്പരപ്പ് ഭാര്യയ്ക്കായിരുന്നു. വിളറിയ ഒരു ചിരിയോടെയായിരുന്നു അവൾ എൻ്റെ അടുത്തെത്തിയത്.
ഞാൻ നമ്മുടെ പുതിയ അയൽക്കാർക്ക് എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കാനായി വന്നതാണ്. ഇന്നലെ രാത്രിയിലും ഇങ്ങോട്ട് തന്നെയല്ലേ വന്നത്? ഞാൻ ചോദിച്ചു. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ല. നീ പറയുന്നത് കളവാണെന്ന് നിന്റെ ശബ്ദം തന്നെ സൂചിപ്പിക്കുന്നു. നീ പറയില്ലെങ്കിൽ ഞാൻ തന്നെ അങ്ങോട്ട് പോയി ചോദിക്കാം. ആ വീട്ടിലേക്ക് നടക്കുവാൻ തുനിഞ്ഞ എന്നെ എൻ്റെ ഷർട്ടിൽ കടന്നു പിടിച്ച് ഭാര്യ തടഞ്ഞു നിർത്തി. ഇപ്പോൾ ഒരിക്കൽ മാത്രം ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കൂ. നമ്മുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഈ രഹസ്യം ഞാൻ മറച്ചു പിടിക്കുന്നത്. ശരി, ഈ രഹസ്യം സൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് തരാം. എന്നാൽ ഒരു കാര്യം, നിന്റെ രാത്രിയിലുള്ള യാത്ര നിർത്തണം. ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാം എന്ന് ഭാര്യ സമ്മതിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പെട്ടെന്ന് ഞാൻ ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. ഇന്നലെ കണ്ട ആ മഞ്ഞമുഖം അതാ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ വിചിത്ര ജീവിയും എൻ്റെ ഭാര്യയും തമ്മിൽ എന്തായിരിക്കാം ബന്ധം എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അടുത്ത 2 ദിവസം ഭാര്യ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയതേയില്ല. 3-ാം ദിവസം എനിക്ക് നഗരത്തിലേക്ക് പോകണമായിരുന്നു. പതിവിലും 1 മണിക്കൂർ നേരത്തെ ഞാൻ വീട്ടിൽ തിരിച്ചെത്തി. വേലക്കാരിയാണ് കതവ് തുറന്നത്. ഭാര്യ എവിടെ എന്ന് ചോദിച്ചപ്പോൾ നടക്കാൻ പോയി എന്നാണ് അവൾ മറുപടി പറഞ്ഞത്. ഞാൻ മുകളിൽ കയറി വസ്ത്രം മാറുന്നതിനിടെ പുറത്തേക്ക് നോക്കിയപ്പോൾ വേലക്കാരി വയലിലൂടെ ആ വീടിനെ ലക്ഷ്യമാക്കി ഓടുന്നതാണ് കണ്ടത്. ഞാൻ തിരിച്ചെത്തിയാൽ വിവരം അറിയിക്കുന്നതിന് വേലക്കാരിയെ ചട്ടം കെട്ടിയിരിക്കാം എന്നെനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ ആ വീടിന് നേരെ പാഞ്ഞു. ഇടവഴിയിലെത്തിയപ്പോൾ ഭാര്യയും വേലക്കാരിയും കൂടി എതിരെ വരുന്നത് കണ്ടു. ഞാൻ അവരെയും കടന്നു ചെന്ന് ആ വീടിൻ്റെ വാതിൽ തുറന്ന് അകത്ത് കടന്നു. അവിടെ ആരെയും കണ്ടില്ല. അപ്പോൾ ഞാൻ മുകളിലെ നിലയിൽ കയറി നോക്കി. അവിടെയെല്ലാം ഗൃഹോപകരണങ്ങളും മറ്റും ചിതറിക്കിടന്നിരുന്നു. എന്നാൽ ആ വിചിത്രമുഖം പ്രത്യക്ഷപ്പെടുന്ന ജനാലയുടെ മുറി വളരെ നല്ല രീതിയിൽ ഒരുക്കി വച്ചിരിക്കുന്നു. മാത്രമല്ല, ആ മുറിയിൽ എൻ്റെ ഭാര്യയുടെ ഒരു പൂർണ്ണകായ ചിത്രം കൂടി തൂക്കിയിട്ടിരിക്കുന്നു. അവളുടെ ആവശ്യപ്രകാരം 3 മാസങ്ങൾക്ക് മുമ്പ് എടുത്തതായിരുന്നു ആ ചിത്രം. ഇതുകൂടി കണ്ടപ്പോൾ എൻ്റെ സർവ്വനാഡികളും തളർന്നു. പിന്നീട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. ഭാര്യ മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ഞാൻ അവളെ ശ്രദ്ധിക്കുക കൂടി ചെയ്യാതെ എൻ്റെ മുറിയിലേക്ക് പോയി. അവളും എൻ്റെ പിന്നാലെ അങ്ങോട്ട് വന്നു. എൻ്റെ വാക്കു തെറ്റിച്ചതിന് എനിക്ക് മാപ്പ് തരണം. കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി കഴിയുമ്പോൾ അങ്ങ് തീർച്ചയായും എനിക്ക് മാപ്പ് തരുമെന്നും എനിക്ക് ഉറപ്പാണ്. എങ്കിൽ പറയൂ, ആ വീട്ടിൽ ആരാണ് താമസിക്കുന്നത്? നീ എന്തിനാണ് ആ ചിത്രം അവർക്ക് കൊടുത്തത്? ഈ ചോദ്യത്തിനും അവൾ വ്യക്തമായ മറുപടി തന്നില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്നും ഇറങ്ങിപ്പോന്നു. പിന്നീട് താങ്കളെ കാണാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഇതായിരുന്നു അയാളുടെ കഥ. ഞങ്ങൾ 2 പേരും വളരെ താല്പര്യത്തോടെ അത് കേട്ടിരുന്നു. എല്ലാം വിശകലനം ചെയ്ത ശേഷം ഹോംസ് അയാളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ജനാലയ്ക്കൽ കണ്ടത് ഒരു പുരുഷൻ്റെ മുഖമാണോ? അകലെ നിന്ന് മാത്രം കണ്ടിട്ടുള്ളതിനാൽ വ്യക്തമായി പറയാൻ കഴിയില്ല. നിങ്ങളുടെ ഭാര്യ 100 പൗണ്ട് വാങ്ങിയത് എപ്പോഴായിരുന്നു? ഏതാണ്ട് 2 മാസം മുമ്പ്. അവരുടെ ആദ്യ ഭർത്താവിൻ്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയാളുടെ മരണശേഷം അവിടെയുണ്ടായ ഒരു തീപിടുത്തത്തിൽ അവളുടെ എല്ലാ വസ്തുക്കളും കത്തിനശിച്ചുപോയി. എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് അവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്നാണല്ലോ താങ്കൾ പറഞ്ഞത്. അത് പിന്നീട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതാണത്രേ. അമേരിക്കയിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് കത്തുകൾ വരാറുണ്ടോ? എൻ്റെ അറിവിൽ ഒന്നും വന്നിട്ടില്ല. ശരി. ഇന്നലെ നിങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ആരെയും കണ്ടില്ലല്ലോ. അവർ സ്ഥിരമായി ഒഴിഞ്ഞു പോയെങ്കിൽ പോകട്ടെ. അഥവാ നിങ്ങൾ അങ്ങോട്ട് പോകുമെന്ന് മനസ്സിലാക്കി ഇന്നലെ തൽക്കാലം മാറി നിന്നതാണെങ്കിൽ അവർ മടങ്ങിയെത്തിയിരിക്കാം. അവർ അവിടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉടൻ പരിഹരിക്കാം. ഏതായാലും നിങ്ങൾ തിരിച്ചു ചെന്ന് ആ വീട് ഒന്നുകൂടി നിരീക്ഷിക്കുക. അവർ മടങ്ങിയെത്തിയെന്ന് ബോധ്യമായാൽ ഉടൻ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ ഉടൻ തന്നെ അവിടെ എത്താം. അല്ലെങ്കിൽ നാളെ രാവിലെ ഞങ്ങൾ അങ്ങോട്ട് വരാം. നിങ്ങൾ ധൈര്യമായി പോവുക. ഇതൊരു ബ്ലാക്ക് മെയിൽ നാടകമായിരിക്കണം, ഹോംസ് പറഞ്ഞു. ആരായിരിക്കാം ആ ബ്ലാക്ക് മെയിലർ? ഇത് ഒരു നിഗമനം മാത്രമാണ്. ഇത് ശരിയായി ഭവിച്ചാലോ അതിശയിക്കാനൊന്നുമില്ല. ആ സ്ത്രീയുടെ ആദ്യത്തെ ഭർത്താവാണ് ആ വീട്ടിലുള്ളത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അങ്ങനെയല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഭർത്താവ് ആ വീട്ടിലേക്ക് കടക്കുന്നത് എന്താണ് അവർ തടയുന്നത്? എൻ്റെ നിഗമനം ഇത്തരത്തിലാണ്. ആ സ്ത്രീ അമേരിക്കയിൽ വെച്ച് വിവാഹിതയാകുന്നു. ഭർത്താവിന് എന്തോ ഒരു മാരകരോഗം പിടിപെടുന്നു. അപ്പോൾ അവർ അയാളെ ഉപേക്ഷിച്ച് ഇംഗ്ലണ്ടിലേക്ക് വരുന്നു.
മറ്റാരുടെയോ മരണ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം തൻ്റെ ഭർത്താവിൻ്റേതാണെന്ന് പറഞ്ഞ് അവർ മൺട്രോയെ കാണിച്ചത്. അങ്ങനെ പുതിയ ഭർത്താവിനൊപ്പം അവർ ഇവിടെ മറ്റൊരു ജീവിതം ആരംഭിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് ആദ്യത്തെ ഭർത്താവ് അവളുടെ താമസസ്ഥലം കണ്ടെത്തുന്നത്. അപ്പോൾ അയാളോ അയാളോടൊപ്പമുണ്ടായിരുന്ന സ്ത്രീയോ മിസ്സസ് മൺട്രോയ്ക്ക് ഒരു ഭീഷണി കത്തയക്കുന്നു. അവരെ അന്വയിപ്പിക്കാനായിരിക്കണം മൺട്രോയിൽ നിന്നും മേടിച്ച 100 പൗണ്ട് അവർ ഉപയോഗിച്ചത്. പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടായില്ല. അയാൾ അവളുടെ അയൽപക്കത്ത് തന്നെ എത്തുന്നു. രാത്രി കിടക്കുമ്പോൾ ഭർത്താവിൽ നിന്നും പുതിയ താമസക്കാരെക്കുറിച്ചുള്ള വിവരണം കേട്ടപ്പോൾ അതാരാണെന്ന് അവർ മനസ്സിലാക്കുന്നു. തന്നെ ഉപദ്രവിക്കരുതെന്ന് അപേക്ഷിക്കാൻ രാത്രി തന്നെ അയാളെ കാണാൻ അവർ പോകുന്നു. പക്ഷേ അവരുടെ ഉദ്ദേശം നടന്നില്ല. അതുകൊണ്ടായിരിക്കണം പിറ്റേ ദിവസവും അവർ അവിടെ പോയത്. അതേ കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അവിടെ ചെന്നത്. ആ സമയത്ത് മൺട്രോ നേരത്തെ മടങ്ങിയ വിവരം വേലക്കാരി അവിടെ ചെന്ന് പറയുന്നു. അപ്പോൾ മൺട്രോ അവിടെ എത്താൻ സാധ്യതയുണ്ടെന്ന് തോന്നി അയാളും ആ സ്ത്രീയും പിന്നിലെ തോട്ടത്തിൽ ഒളിച്ചിരിക്കുക. ഞങ്ങൾക്കിങ്ങനെ ഊഹാപോഹങ്ങളുമായി മല്ലടിച്ച് അധിക നേരം ചിലവഴിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും മൺട്രോയിൽ നിന്നും അവിടുത്തെ താമസക്കാർ വീണ്ടും എത്തി എന്നറിയിച്ചുകൊണ്ടുള്ള കമ്പി സന്ദേശം കിട്ടി. ഉടൻ തന്നെ ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു. ഞങ്ങൾ തീവണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ ഞങ്ങളെ കാത്ത് മൺട്രോ പ്ലാറ്റ്ഫോമിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർ തിരിച്ചെത്തിയിരിക്കുന്നു. ഹോംസ്, ഞാൻ ആ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. അതാരാണെന്നറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ മൂവരും ചേർന്ന് ആ വീട് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. ആ വീട്ടിൽ വിളക്കുകൾ അകലെ നിന്ന് തന്നെ കാണായി. വീടിൻ്റെ മുൻവാതിൽ ചാരിയിരുന്നില്ല. ഞങ്ങളുടെ കക്ഷി അത് തള്ളി തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഈ സമയത്ത് ഒരു സ്ത്രീ അവിടെ എത്തി അപേക്ഷാസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു: അങ്ങിവിടെ ഇപ്പോൾ എത്തുമെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് വേണ്ടി കുറച്ചുകൂടി ക്ഷമിക്കൂ. എഫി, മാറി നിൽക്ക്. ഞാൻ ഇന്ന് 2-1 അറിഞ്ഞിട്ടേ പോകൂ. ഇത് പറഞ്ഞിട്ട് അയാൾ ആ സ്ത്രീയെ കടന്ന് കോവണിപ്പടിയിലേക്ക് നീങ്ങി. അയാൾക്കു പിന്നാലെ ഞങ്ങളും നടന്നു. അപ്പോൾ മധ്യവയസ്കയായ മറ്റൊരു സ്ത്രീ ഞങ്ങളെ തടയുവാനെത്തി. അവരെയും തള്ളിമാറ്റി ഞങ്ങൾ മൂവരും മുകളിലത്തെ മുറിയിലെത്തി. അവിടെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അവളുടെ മുഖം കണ്ടതും അത്ഭുതം കൊണ്ടും ഭയം കൊണ്ടും ഞാൻ നിലവിളിച്ചുപോയി. ഇത്ര അഭംഗിയുള്ളതും നിർവികാരവുമായ ഒരു മുഖം ഞാൻ അതുവരെ കണ്ടിട്ടില്ല. ഒന്ന് നിന്ന ശേഷം ഹോംസ് മെല്ലെ ആ കുട്ടിയെ സമീപിച്ച് അവരുടെ മുഖത്തു നിന്നും ഒരു പൊയ് മുഖം വലിച്ചെടുത്തു. ഞങ്ങളുടെ അമ്പരപ്പ് കണ്ട് ചിരിച്ചുകൊണ്ട് അതാ നിൽക്കുന്നു ഒരു നീഗ്രോ ബാലിക. ദൈവമേ, എന്താണിത്? മൺട്രോ നിലവിളിച്ചു. ഞാൻ പറയാം, ഇനി ഇതിൽ ഒളിച്ചു വയ്ക്കാനൊന്നുമില്ല. അമേരിക്കയിൽ വെച്ച് എൻ്റെ ഭർത്താവ് മരിച്ചെങ്കിലും കുഞ്ഞ് ജീവിച്ചു. അതാണിവൾ. ഇവളുടെ പിതാവ് ഒരു ആഫ്രിക്കൻ വംശജനായിരുന്നു. സമൂഹത്തെ ധിക്കരിച്ചാണ് ഞങ്ങൾ വിവാഹിതരായത്. ഞങ്ങളുടെ കുഞ്ഞിന് ദൈവഗത്യ അദ്ദേഹത്തിൻ്റെ വംശസ്വഭാവമാണുണ്ടായത്. പിന്നീടുണ്ടായ ദുരന്തങ്ങളെക്കുറിച്ചെല്ലാം അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. കുഞ്ഞിൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്നു. അതിനാലാണ് ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരുന്നത്. ഞങ്ങളുടെ വീട്ടുവേലക്കാരിയായിരുന്ന ഈ സ്ത്രീ എൻ്റെ കുഞ്ഞിനെ വളർത്തി. വിധിവശാൽ നമ്മൾ തമ്മിൽ അടുക്കുകയും വിവാഹിതരാവുകയും ചെയ്തു. അങ്ങയുടെ സ്നേഹം നഷ്ടപ്പെട്ടാലോ എന്ന ഭയം മൂലം കുഞ്ഞിൻ്റെ കാര്യം ഞാൻ അങ്ങയോട് പറഞ്ഞില്ല. 3 വർഷമായി ഞാൻ അവളെ ഒരു നോക്ക് കണ്ടിട്ട്. അതിനാൽ ഞാൻ എൻ്റെ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഈ ഒഴിഞ്ഞുകിടന്ന വീട് വാടകയ്ക്കെടുക്കാൻ നിർദ്ദേശിച്ചതും ഞാനാണ്. കുഞ്ഞിൻ്റെ കൈകളും മുഖവും മറയ്ക്കണമെന്നും ഞാൻ നിർദ്ദേശിച്ചു. അന്നു രാത്രി ഇവിടെ താമസക്കാരെത്തിയ വിവരം അങ്ങാണല്ലോ എന്നോട് പറഞ്ഞത്. നേരം പുലരും വരെ ക്ഷമിക്കാനാവാത്തതുകൊണ്ടാണ് രാത്രിയിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ വേലക്കാരി കുഞ്ഞിനെയും കൊണ്ട് പുറകിലത്തെ വാതിലിലൂടെ പുറത്തിറങ്ങി മറഞ്ഞു നിന്നതുകൊണ്ടാണ് അങ്ങേക്ക് ഇവരെ ആരെയും കാണാൻ സാധിക്കാഞ്ഞത്. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എൻ്റെയും കുഞ്ഞിൻ്റെയും ഭാവി അങ്ങയുടെ തീരുമാനത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. 2 നിമിഷനേരം അവിടെ നിശബ്ദത തളം കെട്ടി നിന്നു. തുടർന്ന് ഗ്രാൻഡ് മൺട്രോ മുന്നോട്ട് ചെന്ന് ആ കുഞ്ഞിനെ പൊക്കിയെടുത്ത് ഉമ്മ വെച്ചിട്ട് പറഞ്ഞു: എഫി, ഞാനും അത്ര നല്ലവനൊന്നുമല്ല. എന്നാൽ നീ കരുതിയതിനേക്കാൾ കുറച്ചുകൂടി നല്ലവനാണെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് നന്ദി പറഞ്ഞ ശേഷം അയാൾ ഭാര്യയെയും കൂട്ടി തൻ്റെ വീട്ടിലേക്ക് നടന്നു. രാത്രി കിടക്കുന്ന സമയത്ത് ഹോംസ് എന്നോട് പറഞ്ഞു:
ഞാൻ എന്തെങ്കിലും അമിതമായ ആത്മവിശ്വാസം കാണിക്കുന്നുവെന്ന് തോന്നുമ്പോൾ ഗ്രാൻഡ് മൺട്രോയുടെ കേസ് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. നന്ദി. ഇനിയും ഇതുപോലുള്ള രസകരങ്ങളായ കഥകൾ കേൾക്കാൻ ജാലകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.